നാലാം ദിനവും കളങ്കാവൽ തന്നെ രാജാവ് ബബ്ബബ്ബ പൊട്ടിത്തെറിക്കുന്നു. അതെ, ഈ ഒരു സിനിമ വമ്പൻ ബഡ്ജറ്റിലാണ് റിലീസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 50 കോടിക്ക് മുകളിൽ ബഡ്ജറ്റിൽ വന്ന ബബ്ബബ്ബ വെറും 10 കോടി ബഡ്ജറ്റിൽ വന്ന കളങ്കാവലിന് മുന്നിൽ ഒന്നുമല്ലാതാകുന്ന കാഴ്ചയാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. ആദ്യ 4 ദിനങ്ങൾ കൊണ്ട് കളങ്കാവൽ നേടിയത് 50 കോടിയോളം, 49.5 കോടിയോളമാണ് 4 ദിവസത്തെ കളക്ഷൻ വന്നത്. 5-ാം ദിവസം തുടങ്ങുമ്പോൾ സിനിമയ്ക്ക് 50 കോടി കടക്കുന്നതും കണ്ടു. ഇവിടെ മോഹൻലാൽ ഉൾപ്പെടെ വമ്പൻ താരനിരയോടുകൂടി വന്ന ദിലീപ് ചിത്രത്തിന് 3 ദിവസം കൊണ്ട് 30 കോടിയിലേക്ക് മാത്രമാണ് എത്താൻ കഴിഞ്ഞത്. അതും ട്രാക്കിസ് പുറത്തുവിട്ട കണക്കുകളിലാണ് എന്നുള്ളതാണ്. ഇവിടെ എടുത്തു പറയാനുള്ളത്, ആദ്യ ദിനത്തിൽ 15 കോടി തൂക്കിയ മമ്മൂട്ടി ചിത്രത്തിന് ഒപ്പം നിൽക്കാൻ ദിലീപ് ചിത്രത്തിന് ആദ്യ ദിനം തൊട്ട് തന്നെ കഴിഞ്ഞില്ല. വലിയ രീതിയിൽ വലിയ തിയേറ്ററുകളും ഒപ്പം വലിയ രീതിയിലുള്ള ഷോ കൗണ്ടുകളും ഒക്കെ ചാർട്ട് ചെയ്ത് വന്ന സിനിമ, ആ ഒരു കുഞ്ഞൻ സിനിമ വളരെ ലിമിറ്റഡ് ഷോസും ലിമിറ്റഡ് ആയിട്ടുള്ള തിയേറ്ററുകളും കിട്ടിയ ചിത്രത്തിന് മുന്നിൽ താഴ്ന്നു പോകുന്ന അല്ലെങ്കിൽ കളക്ഷൻ കുറഞ്ഞു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. ആദ്യ ദിനം 15 കോടി 70 ലക്ഷം രൂപ നേടിയ കളങ്കാവലിൻ്റെ താഴെയായി 14 കോടി 80 ലക്ഷം രൂപയ്ക്കടുത്ത് കളക്ഷൻ നേടി ബബ്ബബ്ബ. 2-ാം ദിനമായപ്പോഴും അത് തന്നെ സംഭവിക്കുന്നു. 2-ാം ദിനത്തിലും ബബ്ബബ്ബയ്ക്ക് വന്നത് ഏകദേശം 10 കോടിക്ക് താഴെ മാത്രം കളക്ഷൻ. അവിടെയാണ് കളങ്കാവലിൻ്റെ കുതിച്ചുകയറ്റം കാണാൻ കഴിഞ്ഞത്. 2 ദിവസങ്ങൾ കൊണ്ട് സിനിമ നേടിയത് 31 കോടിക്ക് മുകളിലും. 3-ാം ദിനം സിനിമ 45 കോടി കടന്നപ്പോൾ ഇവിടെ 3-ാം ദിവസം കൊണ്ട് 30 കോടി മാത്രമാണ് ബബ്ബബ്ബയ്ക്ക് നേടാൻ കഴിഞ്ഞത്. 4-ാം ദിവസം ഞായറാഴ്ചയാണ് ആയിട്ട് പോലും, കളങ്കാവലിന് 4-ാം ദിനം തിങ്കളാഴ്ചയായിരുന്നു, 4-ാം ദിനം ഞായറാഴ്ചയായിരുന്നിട്ട് പോലും ഈ സിനിമയ്ക്ക് 36 കോടിക്ക് മുകളിലേക്ക് വരില്ല എന്നുള്ളതാണ്. അതായത് 4 ദിനം കൊണ്ട് 49.5 കോടി നേടിയ കളങ്കാവലിന് മുന്നിൽ എല്ലാ രീതിയിലും ഈ ഒരു സിനിമ താന്നു നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിയോടെ അല്ലെങ്കിൽ പൊട്ടിക്കരച്ചിലൂടെ നിൽക്കുന്ന അവസ്ഥ തന്നെയാണ് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല. ഒറ്റക്കാര്യം, മമ്മൂട്ടിയുടെ കിണ്ണൻ പെർഫോമൻസ്, അത് വെച്ച് മാത്രം വിജയിച്ച ഒരു ചിത്രം, അതാണ് കളങ്കാവൽ എന്ന് നമുക്ക് എടുത്തറിയാം. അതുപോലെ തന്നെ വിനായകൻ്റെ അതിഗംഭീര പെർഫോമൻസും. ഇവിടെ വമ്പൻ താരനിര തന്നെയാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് മലയാളത്തിൻ്റെ മോഹൻലാൽ ഉള്ളപ്പോൾ കളക്ഷന് യാതൊരു പഞ്ഞവുമില്ല. 100-ഉം 200-ഉം കോടിയൊക്കെ നേടാൻ അദ്ദേഹമുണ്ടെങ്കിൽ സിമ്പിളാണെന്ന് നമുക്കറിയാം. എന്നിട്ട് പോലും ഈ ഒരു ചിത്രത്തിന് ആദ്യം ഇത്രയും ഫാൻസ് ഗംഭീരമെന്ന് പറഞ്ഞിട്ടും എത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങളിലേക്ക് എത്താൻ കഴിയുന്നു. 4 ദിനങ്ങൾ കൊണ്ട് 50 കോടി എത്തിയ 10 കോടി ചിത്രമായ മമ്മൂട്ടി സിനിമയും ഈ ഒരു സിനിമ 50 കോടിക്ക് വന്നിട്ട് 36 കോടി ഇന്നത്തേക്ക് തൂക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും ഒരു കാര്യം, ഞെട്ടിത്തെറിച്ച് തന്നെയാണ് ബബ്ബബ്ബ നിൽക്കുന്നത്. വമ്പൻ താരനിരയല്ല കാര്യം, ഇവിടെയും ഒരു കാര്യം അഭിനയം തന്നെയാണ്. കളങ്കാവൽ 4-ാം ദിനവും രാജാവായി കുതിച്ചുയരുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.